ഹലോ മുത്തോണല്ലേ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അതായത് കുറേ ദിവസമായി നോമ്പായാൽ എന്താണ് മീൻ പിടിക്കാൻ പോകുന്നത്, കടപ്പുറത്തേക്ക് മീൻ പിടിക്കാൻ പോകണമെന്ന്, ചൂണ്ടിട്ട് മീൻ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഈ ടൈമിൽ പോയതാണ്. ഇപ്രാവശ്യം ഒന്ന് പോയി നോക്കുകയാണ്, കിട്ടുമെന്ന് അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. കാരണം കഴിഞ്ഞ ടൈമത്തെ പോലത്തെ കാലാവസ്ഥ അല്ല. കിട്ടിയ എന്തായാലും ഭാഗ്യം, അല്ലെങ്കിൽ നിർഭാഗ്യം. എന്തായാലും പോയോക്കട്ടെ. പക്ഷേ അത് പറ്റുകയാണെങ്കിൽ അതിന് നല്ല വീഡിയോസ് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. സുബിക്ക് 5 മണി 5:15 ആയിക്കണം ഇപ്പോൾ. ഉള്ളതുണ്ടാ ഇവിടെ ബദൂഷയുണ്ട്. ബദൂഷ മീൻ കിട്ടൂലേ? ആ കാണണ്ട നമ്മളെ പോർട്ട്. നമ്മളെ ചെക്കന്മാരിപ്പോൾ സത്യം പറഞ്ഞാൽ 2 കിലോമീറ്റർ നടന്നിട്ടോ. 2.5 കിലോമീറ്ററിനുള്ളിൽ നടന്ന്. കണ്ടില്ല നിങ്ങൾ? ഇവിടെ ഒരു ശ്മശാനമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണ് അതിൻ്റെ ആ ലൈറ്റ് കത്ത് കാണില്ല, അതൊക്കെ ഇവിടുത്തെ പോർട്ടാണ്. നടന്ന് കുഴഞ്ഞിട്ടോ. ഇവിടെ നിൽക്കട ചങ്ങന്മാരെ. അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇനി അയ്യോ, ഇതുവരെ ഈ പോസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ഓഫാ തോന്നുന്നു. എല്ലായിടത്തും ലൈറ്റ് ഓഫായി. വേറെ വൈബ്. നല്ല ഒരു എന്താ പറയുക, ശാന്തമായ സ്ഥലം. ഒരു വണ്ടി ഒന്നും ഇതിൽ കൂടെ ശല്യത്തിന് വരുന്നില്ല കേട്ടോ. അതാണ് മെയിൻ. ഇപ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ നടന്ന്. അല്ലാ, ഈ നോമ്പൊന്നും നോറ്റി നടക്കുക പറഞ്ഞാലേ ചെറിയ ചെക്കന്മാരാകെ താപാൻ. ബദൂഷ കുടുങ്ങിയോ? ഒരുത്തെ നടന്ന് ക്ഷീണിച്ച് അപ്പൊ ഓടിയതാണ്. നിങ്ങൾ വിചാരിക്കും ഇത് എരുത്താന്ന്, പക്ഷെ ഇത് എരുത്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ല നിങ്ങള്? എത്ര ലോങ് ഉണ്ട് അറിയോ? എന്ത് ജിന്നോ? ചെക്കന്മാര് ജിന്നുണ്ടാറാ. മുമ്പിൽ ഒരാൾ പോണ്ട്, ഓൻ്റെ അടുത്ത് ജിന്നാത്രേ. അല്ല, കാരണം ഒരു ശാന്തമായ ഒരു സാധാ സൂര്യൻ ഉദിക്കുന്നടാ. കപ്പല് കാണാ. കപ്പലിതാ 2 ഇതില് നല്ല അടിപൊളി ഒരു കാണുന്നുണ്ട്. ഇത് നമുക്കൊരു ലിഫ്റ്റ് എന്ന സാധനം കേട്ടോ, ഒമാനി സാധനം. എന്തായാലും നമ്മളവിടെ എത്തിക്കണം കേട്ടോ. കണ്ടില്ലേ? ബോട്ടോട് നിർത്തിക്കണം. ഇതാണ് ഇതാണ് നമ്മളെ കടപ്പുറം. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നു കേട്ടോ. കാരണം കുറേ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നത്, കുറേ ബദൂഷ അവിടെ ക്യാമറ എടുക്കുന്നുണ്ട്. നമ്മൾ നടന്നു വന്നിരുന്നു. അപ്പോൾ ഉണ്ട് ആ കാണുന്ന നമ്മളെ ഒമാനി സഹോദരൻ നമുക്ക് ലിഫ്റ്റ് വന്നു. എന്തായാലും സന്തോഷം. നമുക്ക് അങ്ങോട്ട് വികല്ല കേട്ടോ. അവന്നെ അർഷാദ് ഞങ്ങളുടെ മുമ്പിൽ ഓടിയുന്ന ചങ്ങായിമാർ അവരിനെ ഞാൻ പിടിക്കാൻ നിൽക്കുകയാണ്. അവിടെതാ ഇതുവരെ എന്നിട്ട് ആർക്കും മീൻ കിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ചൂണ്ടിലിട്ട് വയ്ക്കണം. കാരണം കഴിഞ്ഞ വർഷം അത്ര മീനെ കാണാനില്ല. ഇവിടെ കിട്ടുമായിരിക്കും. രണ്ട് ചൂണ്ടലൊക്കെ നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല കിട്ടിയിട്ടുള്ളൂ. ഇപ്രാവശ്യം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു കയ്യിൽ കഴിഞ്ഞു ചടിയിലാണ് മീൻ. ഇപ്രാവശ്യം നല്ല കാറ്റ് മീൻ. അവിടെ മോട്ട് കണ്ടില്ലേ? കുറേ നേരമായി ഓനും കുടിച്ചു. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ക്ഷമയോടെ കാത്തിരിക്കും.
മറ്റേ കഴിഞ്ഞ പെരുന്നാൾക്ക് ചങ്ങായി നല്ല കിട്ടിയിരുന്നു കേടുന്നിട്ടൊക്കെ മീൻ പിടിച്ചു. പക്ഷെ എന്താ എനിക്ക് തോന്നുന്നു ആ സംഭവം ഉള്ളതാ, ആ സംഭവം ഉള്ളതുകൊണ്ട് കടലിങ്ങനെ ഇളകിയിട്ടുണ്ടാവും. ആ ഇളക്കത്തിൽ മീനുകളൊക്കെ പല ഏരിയക്കും പോയിട്ടുണ്ടാവും. പിന്നെ നല്ല അടിയിലേക്കാണ് മറ്റേത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി തീ മറ്റേ തൊടുമ്പോക്കിന് 4-5 മീൻ ഒറ്റ കൊത്തു തീന്. അപ്പോൾ എപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി ഒരു സംഭവം താരെ സംഭവം 1-2 മീൻ കിട്ടിയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ട് എനിക്കൊരു മീൻ കിട്ടിയില്ല. ഓൽക്ക് മീൻ കിട്ടിക്കണ്ട ചെക്കന്മാർക്ക്. കുറേ ടീം മീൻ പിടിക്കുന്നുണ്ട്, നമുക്കൊന്നും കിട്ടിയില്ല. കുറേ നേരമായി ഇപ്പോൾ ഈ കണ്ടില്ലേ സംഭവം ഇട്ട് ഇങ്ങനെ നിൽക്കാന്നല്ലാതെ ഒരു സംഭവം കിട്ടിയില്ല. സംഭവം അതപ്പോൾ ഒരു മീൻ കിട്ടി. അയ്യോ ഉള്ള ഇര മൊത്തം ഈ പണ്ടാരം കഴിക്കുക, അതാണ് മെയിൻ പ്രശ്നം. അതിന്റെ കുളത്തൊക്കെ പോയിക്കണ പഹയാ. ഇത് നിങ്ങള് കവറോടെ നിങ്ങള് കുട്ടിയാണ്. ആകെ 3 മീനാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 8 കിലോ കിട്ടി കൊടുത്ത് കണ്ടില്ല നിങ്ങള്. ജീവുള്ളൊരു മീനാണ് ഇതാ ഉണ്ടോ. 1 2 3 മീനുള്ളൂ. ചെത്ത മീനല്ല, അതിങ്ങനെ ജീവുള്ള മീനാണ് കണ്ടില്ലേ. പക്ഷെ കിട്ടിയതാ. തൊള്ള തുറക്ക് പൊന്നു. എന്തായാലും മീൻ പിടിച്ചാൻ പറ്റിയില്ല. പക്ഷെ മീന് വലിയൊരു മീന് ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ചടച്ചിട്ട് പോവാട്ടോ, വേറെ ഒന്നുമല്ല. ആകെ 3 മീൻ കിട്ടി. ഈ 3 മീൻ പറ്റി നമ്മൾ റൂം പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മളൊപ്പമുള്ള അപ്പുറത്തെ കടക്കാരുണ്ട്. അപ്പോൾ ഓൽക്ക് ആ 3 മീൻ കൊടുത്തു. പക്ഷെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഏകദേശം ഒരു 5-6-8 കിലോനോളം മീൻ കിട്ടി. 2 ടൈമിൽ വന്നു. 2 ടൈമിൽ 8-7 കിലോ കിട്ടി. പക്ഷെ ഇപ്രാവശ്യം വെറും 3 മീൻ. എന്താ സംഭവം എന്നൊരു പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യമാണ് ചടച്ചു. ഏകദേശം നേരമായി, നമുക്ക് ഇന്ന് ഡ്യൂട്ടികളാണ്. അപ്പോൾ എന്തായാലും പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താപാനായിരിക്കണം കാരണം നോമ്പല്ലേ. അല്ലാഹ്.